ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മണി പ്ലാന്റ്സിനെ പറ്റി നിങ്ങൾ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് മണി പ്ലാന്റ്സ് ഇൻഡോർ എങ്ങനെ വെക്കണം. ഇൻഡോറും ഔട്ട്ഡോറും ഒരേപോലെ വളരെ സുഖമായി ഒരു ചിലവും സമയനഷ്ടമില്ലാതെ വളർത്താവുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്സ്. പക്ഷേ മണി പ്ലാന്റ്സ് എന്തിന് ഇൻഡോർ വെക്കണം, എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, എന്തുകൊണ്ട് നമ്മളത് വെക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും ഞാൻ എങ്ങനെ എൻ്റെ മണി പ്ലാന്റ്സ് കീപ്പ് ചെയ്യുന്നു, ഇൻഡോർ എന്തിന് ഞാൻ അകത്ത് വയ്ക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇതൊക്കെ എൻ്റെ ഇൻഡോർ മണി പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ലൈറ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ മാസത്തിൽ 2-3 ദിവസം ഏത് ഇൻഡോർ പ്ലാന്റ്സും ഒന്ന് പുറത്ത് വെയിലും വായുസഞ്ചാരം കിട്ടാൻ വെക്കുന്നത് നല്ലതാണ്. മണി പ്ലാന്റ്സ് പുറത്ത് വെച്ചില്ലെങ്കിലും വീടിൻ്റെ അകത്ത് തന്നെ സുഖമായി വളരും. അതുകൊണ്ട് ചെടിക്ക് കേടൊന്നും വരില്ല. ഏത് തരത്തിലുള്ള കണ്ടെയ്നറിലും നമുക്ക് മണി പ്ലാന്റ്സ് വളർത്താം. അത് പ്ലാസ്റ്റിക് ചട്ടികളിലോ ക്ലേ പോട്ട്സിലോ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ വേസസിലോ സെറാമിക് പോട്ട്സ് ഈവൻ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ക്യാൻസിൽ വരെ ഏത് സൈസിലും ഏത് ടൈപ്പിലുള്ള കണ്ടെയ്നറിലും നമുക്ക് ഈസി ആയിട്ട് മണി പ്ലാന്റ്സ് വളർത്തിയെടുക്കാം. ഈ മണി പ്ലാന്റ് ഞാൻ എൻ്റെ ബെഡ്റൂമിലെ വിൻഡോൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാലോ, പകൽ സമയത്ത് കർട്ടൻ നീക്കിയിട്ടാൽ അത്യാവശ്യം വെളിച്ചം ഈ മണി പ്ലാന്റ്സിന് കിട്ടും. വിൻഡോസ് അല്പം തുറന്ന് വെച്ചാൽ അതും നല്ലതാണ്. നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇത് ഞാൻ കിച്ചണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ക്യാനുകളിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളത്തിലാണ് ഇരിക്കുന്നത്. ഇതിന് മണ്ണ് തീരെയില്ല. ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചാൽ വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് ഞാൻ അതിൻ്റെ ലിഡ് ഓപ്പണർ, ടിൻ ഓപ്പണർ കൊണ്ട് ലിഡ് കട്ട് ചെയ്ത് കളയാൻ ചെയ്യാത്ത കാരണം വേര് വന്ന് നിറഞ്ഞു. ഇതിപ്പോൾ ഞാനൊരു വർഷത്തിൽ മേലെയായി ഇതിൽ വെച്ചിട്ട്. ഇടയ്ക്ക് ഒന്ന് എടുത്ത് വെള്ളത്തിൻ്റെ അടിയിൽ കാട്ടി കഴുകി വയ്ക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ വേറൊരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മണി പ്ലാന്റാണ്. ഇതൊരു മാർബിൾ മണി പ്ലാന്റ് എന്ന് പറയും. അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ടായിരിക്കാം അതിനങ്ങനെയാണ് അതിൻ്റെ ഒരു പേര്. 3-4 ദിവസം കൂടുമ്പോൾ മാത്രം ബെഡ്റൂമിലൊക്കെ വെച്ചിട്ടുള്ളതിന് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ 3-4 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുക്കുക. നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ചെടികൾക്ക് തരാൻ വരും. വീടിൻ്റെ അകത്ത് വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം തന്നെ അതാണോ. നമ്മൾ എത്രയോ മണിക്കൂറുകളാണ് വീടിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഞാൻ മുട്ടത്തൊണ്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നല്ല വെയിലത്തിട്ട് പൊടിച്ച് വയ്ക്കുന്നത്. അധികം ഞാൻ വളമൊന്നും മണി പ്ലാന്റിന് സാധാരണ കൊടുക്കാറില്ല. പക്ഷെ മുട്ടത്തൊണ്ട് നല്ലൊരു വളമാണ്, നല്ല കാൽഷ്യം കിട്ടുന്നതാണ്. ഈ ഒരു മണി പ്ലാന്റ് ഞാനിപ്പോൾ 2 ദിവസം മഴ കൊള്ളാൻ വേണ്ടി ഒന്ന് പുറത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ വീടിൻ്റെ സിറ്റിംഗ് റൂമിൽ TV-യുടെ അടുത്തായിട്ട് വിൻഡോൻ്റെ അടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മണി പ്ലാന്റാണത്. ഒരു മണ്ണിൻ്റെ കൂജയിലാണ് വെച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ളൊരു അലർജിയോ സ്കിൻ പ്രോബ്ലംസോ ഒന്നും മണി പ്ലാന്റ്സ് വളർത്തുന്നതുകൊണ്ട് നമുക്കുണ്ടാവില്ല. വെള്ളത്തിൽ വെച്ചിട്ടുള്ളത് ഒരു 10-12 ദിവസം കഴിയുമ്പോൾ ഒന്ന് വെള്ളം മാറ്റി കൊടുത്ത് അതൊന്ന് കഴുകുന്നത് നല്ലതാണ്. ഈ യെല്ലോ ലീവ്സ് കാണുന്നതിന് നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റ് എന്നാണ് അതിന് പറയുന്നൊരു പേര്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പുതിയ വെറൈറ്റിയാണത്. ഒത്തിരി സമയം വീടിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ഉന്മേഷം ശരീരത്തിനും മനസ്സിനും തരാൻ ഈ മണി പ്ലാന്റ്സിന് കഴിയും. ഇത് ഞാനൊരു കമ്പി വളച്ച് അതുമേ ചുറ്റി ഒരു ആർച്ച് ഷേപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് വളർന്നു വരുന്നേ ഉള്ളൂ. ഒരു 2 മാസമേ ആയിട്ടുള്ളൂ വെച്ചിട്ട്. മണി പ്ലാന്റ് നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്ത് മുകളിലേക്ക് വളർത്തുമോ. ചിലരൊക്കെ PVC പൈപ്പിലൊക്കെ കയറ് ചുറ്റിയിട്ടൊക്കെ മുകളിലേക്ക് കയറ്റാം.
ട്യൂബുമിലൊക്കെ, അല്ലെങ്കിൽ വെറുതെ താഴേക്ക് നാച്ചുറലായിട്ട് താഴേക്കാണ് വളർന്ന് വീഴുക. നമുക്ക് മുകളിലേക്കും വേണമെങ്കിൽ വെച്ച് പടർത്തി കയറ്റി വെക്കാം. എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അത് ഗ്ലാസ് വെയറിൽ സെറാമിക് പോട്ട്സിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ഹാൻഡ് വാഷിൻ്റെ അടുത്തും കിച്ചണിലെ ഫ്രിഡ്ജിൻ്റെ മുകളിലും വെക്കുന്ന 2 പോട്ട്സാണത്. അപ്പോൾ എൻ്റെ വീഡിയോസും എൻ്റെ മണി പ്ലാന്റ് കളക്ഷൻസും ഞാൻ എവിടെ വെച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ ചെടികളെ പരിചയപ്പെടുത്തി വീണ്ടും കാണാം.